ഹായ്, അപ്പോൾ നാഷണൽ ഗെയിംസിൻ്റെ ഫസ്റ്റ് ഇവൻ്റാണ് ഇന്ന് ITT ഇവൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോകണമെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകണം, ഇല്ല തണുത്തുറച്ച് ചാവും. നമുക്കൊരു 10 മണിയൊക്കെ ആ ഒരു ടൈമിലായിരുന്നു മത്സരം തുടങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം ആ സമയത്തൊരു വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ ബാർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെസ് നമ്പരും സാധനങ്ങളും ഒക്കെ എടുത്ത് ഈ ID കാർഡ് ഉണ്ടല്ലേ നമുക്ക് ഫുഡൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സൈക്കിൾ എടുത്തുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് പോയി. അപ്പോൾ നമുക്ക് അവിടെ രാവിലെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോട്ടീനും കാപ്സും ഒക്കെ കഴിച്ച് നല്ല പവറായിട്ട് നമ്മൾ നേരെ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടി ഇവിടുന്ന് ഷട്ടിൽ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സൈക്കിളൊക്കെ ഒന്നിച്ച് ഇതിനകത്തെല്ലാം കയറ്റിയത് പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ. അങ്ങനെ നമ്മൾ ട്രാക്കിലെത്തി. അപ്പോൾ നമ്മുടെ ITT മത്സരങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ 23rd പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാഷണൽ ഗെയിംസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെലോഡ്രോമിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ വോളിബോളിൻ്റെ കളി നടപ്പുണ്ടായിരുന്നു ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കേരളയുടെ കളിയായിരുന്നു, മെൻസ് വുമൻസ് ആണെങ്കിലും. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം അവിടെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ പല ഇവൻറ്റ്സും പല പല സ്ഥലത്തായിട്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.